എല്ലാവർക്കും നമസ്കാരം. ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. ശ്രീ സായിനാഥൻ്റെ സച്ചരിതത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ചിത്ര. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. നമുക്ക് നോക്കാം അധ്യായം 14 സായിയെക്കുറിച്ചുള്ള എന്താണ് വിവരണമെന്ന്. ദക്ഷിണ മീമാംസ. കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ വാക്കുകൾ എങ്ങനെ സുഖക്കേടുകൾ ഭേദമാക്കി എന്ന് നാം കണ്ടു. ഈ അധ്യായത്തിൽ ബാബ അനുഗ്രഹിച്ച് എങ്ങനെ രത്തൻജി വാടിക്ക് സന്താനം ഉണ്ടായെന്ന് വിവരിക്കാം. ഋഷിമാരുടെ ജീവിതത്തിന്റെ അകവും പുറവും മധുരമാണ്. സായിബാബയുടെ വിവിധ ലീലകളും ഭക്ഷണം കഴിക്കലും നടത്തവും സംസാരവും എല്ലാം മധുരമാണ്. ആ ജീവിതം തന്നെ ആനന്ദം മൂർത്തീകരിച്ചതാണ്. അത് ഭക്തന്മാരുടെ സ്മരണോപാധിയായി മാറി. ബാബ അവർക്ക് പലതരം ചുമതലകളുടെയും പ്രവർത്തനത്തിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ യഥാർത്ഥ മതവിശ്വാസികളാക്കി തീർത്തു. ബാബയുടെ ഉദ്ദേശം മനുഷ്യൻ സുഖമായി ഈ ലോകത്തിൽ ജീവിക്കുകയും അതേസമയം തന്നെ ആധ്യാത്മിക പുരോഗതി നേടി ആത്മജ്ഞാനം സമ്പാദിക്കുകയും വേണമെന്നായിരുന്നു. മനുഷ്യ ശരീരം പൂർവ്വജന്മ സുഹൃതം കൊണ്ട് കിട്ടിയതാണ്. അതുപയോഗിച്ച് മോക്ഷം നേടണം. അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കാതെ സദാ ജാഗരൂകരായിരിക്കണം. നിങ്ങൾ നിത്യവും സായി ലീലകൾ കേട്ടാൽ സദാ ബാബയെ കാണാറാവും. രാപ്പകൽ ബാബയെ മനസ്സിൽ ധ്യാനിക്കും. ഇങ്ങനെ സാധന ചെയ്താൽ മനസ്സ് സായിമയമായി പരിശുദ്ധ ബോധവാനായിത്തീരും. ഇത് പറയാൻ കാരണം ഋഷിമാരുടെ ജീവിതം തന്നെ അമൂല്യമായ ഒരു ജീവിതമാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു ആവൃത്തിയായിരിക്കും നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഉന്നതി നേടാൻ കഴിയും. അതുകൊണ്ടാണ് സായിയെ നമിക്കുവിൻ എന്ന് പറയുന്നത്. സായി അത്രയും ലളിതമായ ജീവിതമാണ് നയിച്ചത്. അതുപോലെ തന്നെയാണ് മോഹൻജിയും. നമ്മളുടെ വേഷഭൂഷാദികളിലല്ല നമ്മളുടെ ഔന്നത്യം നിൽക്കുന്നത്, നമ്മളുടെ പ്രവൃത്തി മൂലമാണ് എന്ന് മോഹൻജി എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് ഏത് സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സെന്താണ് എന്നുള്ളതാണ് നമ്മൾ തന്നെ നോക്കണം. പുറമേ ഉള്ളവർക്ക് ചിലപ്പോൾ പുറം പൂച്ചുകൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയില്ല നമ്മുടെ മനസ്സിലെന്നാണ്. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ അറിയണം. അപ്പോൾ സായിയുടെ കഥകൾ നമുക്ക് ഇനിയും കേൾക്കാം. ഈ അധ്യായത്തിലെ പ്രധാന കഥയിലേക്ക് പ്രവേശിക്കാം. നൈസാമിലെ നാൻഡറ്റിലെ ഒരു മിൽ കോൺട്രാക്ടറായ രത്തൻജി ഷാപൂർ ജിവാഡിയ എന്ന പേരായ ഒരു പാർസി ഉണ്ടായിരുന്നു. അയാൾക്ക് കണ്ടമാനം ധനവും ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നു. വാഹനങ്ങളും കുതിരകളും മറ്റു സകലവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പുറമേക്ക് സന്തുഷ്ടനായി കാണുമായിരുന്നെങ്കിലും ഉള്ളിൽ അയാൾ അങ്ങനെ ആയിരുന്നില്ല. ദൈവം ആരെയും പരിപൂർണ സന്തോഷവാനാക്കുന്നില്ല. രത്തൻജിയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. അയാൾ ധർമ്മിഷ്ഠനും ഉദാരനുമായിരുന്നതിനാൽ സാധുക്കൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്ത് സഹായിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ അയാളെ സന്തുഷ്ടനായി കരുതിയെങ്കിലും കുട്ടികളില്ലാത്തതിനാൽ അയാൾ വിഷാദത്തിലായിരുന്നു. ഭക്തിയില്ലാത്ത കീർത്തനവും താളലയങ്ങളില്ലാത്ത സംഗീതവും പൂണൂലില്ലാത്ത ബ്രാഹ്മണനും വിശേഷബുദ്ധിയില്ലാത്ത ജ്ഞാനവും പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനവും കണ്ഠാഭരണമില്ലാത്ത അണിഞ്ഞൊരുങ്ങലും പ്രയോജനരഹിതവും നിരൂപമാകുന്നത് പോലെയാണ് സന്താനങ്ങളില്ലാത്ത ഒരു വീടിൻ്റെ സ്ഥിതി. രത്തൻജി ഇത് തന്നെ ആലോചിച്ച് ഖേദിക്കും. ദൈവം എനിക്കൊരു സന്താനത്തെ തരില്ലേ എന്നയാൾ കുണ്ഠിതനായി ഭക്ഷണത്തിൽ പോലും താല്പര്യമില്ലാതായി രാപ്പകൽ സന്താനത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു. അയാൾക്ക് ദാസ്ഗനു മഹാരാജനെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് വിവരം പറഞ്ഞു. ദാസ്ഗനു അയാളോട് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ വീണ സന്താനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ രത്തൻജി ഷിർദിക്ക് പോവാൻ നിശ്ചയിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ നമസ്കരിച്ച് ഒരു കുട്ടയിൽ നിന്ന് നല്ല മാലയെടുത്ത് ബാബയെ അണിയിച്ച് ഒരു കുട്ട പഴങ്ങൾ കാണിക്കുവെച്ചു. പിന്നെ ബഹുമാന പുരസ്സരം ബാബയുടെ അടുക്കലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. വിഷമത്തിൽപ്പെട്ട പലരും അവിടുത്തെ സമീപിച്ച് രക്ഷ നേടുന്നു. അത് കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു. എന്നെ നിരാശനാക്കരുതേ. സായിബാബ അയാളോട് 5 രൂപ ദക്ഷിണ ചോദിച്ചു. രത്തൻജി അതെടുക്കാൻ നോക്കിയപ്പോൾ ബാബ പറഞ്ഞു, അദ്ദേഹത്തിന് 3 രൂപ 14 പൈസ കിട്ടിക്കഴിഞ്ഞു, ബാക്കി തന്നാൽ മതി എന്ന്. അയാൾ ആദ്യമായി ശ്രുതിയിൽ വന്നതാണ്. പിന്നെ എങ്ങനെയാണ് 3 രൂപ 14 പൈസ കൊടുക്കുക എന്നയാൾ അതിശയിച്ചു. എന്തായാലും ഒന്നും പറയാതെ ബാക്കി സംഖ്യ ദക്ഷിണ കൊടുത്ത് അയാളുടെ സങ്കടം ഉണർത്തിച്ചു. ബാബ കരുണാർദ്രനായി അന്നു മുതൽ അയാളുടെ കഷ്ടപ്പാടുകൾ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉധി കൊടുത്ത് കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അള്ളാഹു അയാളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. പിന്നീട് ബാബയുടെ അനുഗ്രഹത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി.
ദാസ്ഗനുവിനോട് എല്ലാ വിവരവും പറഞ്ഞു. എല്ലാം മനസ്സിലായെങ്കിലും 3 രൂപ 14 പൈസ മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായില്ലെന്നും താൻ ഇതിനു മുമ്പ് ശ്രുതിയിൽ പോയിട്ടില്ലെന്നും പിന്നെ എങ്ങനെ മുൻകൂട്ടി ഈ പണം കൊടുക്കുമെന്നും ദാസ്ഗനുവിനോട് ചോദിച്ചു. ദാസ്ഗനുവും സംഗതി മനസ്സിലാവാതെ വളരെ നേരം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ രത്തൻജി കുറച്ചു ദിവസം മുമ്പ് മൗലി സാഹബ് എന്നു പേരായ ഒരു മുസ്ലിം ഫക്കീറിനെ വീട്ടിൽ വെച്ച് സ്വീകരണം നൽകിയതായി ഓർമ്മ വന്നു. ഈ മൗലി സാഹബ് ഒരു കൂലിക്കാരൻ ഫക്കീറായതാണ്. നാൻഡേഡിൽ അദ്ദേഹം പ്രശസ്തനാണ്. രത്തൻജി ശ്രുതിക്ക് പോകാൻ ഉറച്ചപ്പോൾ യാദൃച്ഛിക മൗലി സാഹബ് വീട്ടിൽ വന്നതാണ്. ദാസ്ഗനു രത്തൻജിക്ക് മൗലി സാഹിബിനെ സ്വീകരിക്കാൻ വന്ന ചിലവുകൾ അന്വേഷിച്ച് കണക്കാക്കിയപ്പോൾ കൃത്യം 3 രൂപ 14 പൈസ ചിലവായതായി കണ്ടു. ബാബ സർവ്വവ്യാപിയാണെന്നും ശ്രുതിയിലിരിക്കുന്നെങ്കിലും എവിടെ നടക്കുന്നതും അറിഞ്ഞിരുന്നുവെന്നും മനസ്സിലായി. ഇക്കാര്യത്തിൽ ബാബ മൗലി സാഹിബുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നില്ലെങ്കിൽ എങ്ങനെ ഇത്ര കൃത്യമായി ചിലവായ സംഖ്യ പറയാൻ സാധിക്കുമെന്ന കാര്യം വ്യക്തമാണല്ലോ. രത്തൻജി ഇത് കണ്ട് സംതൃപ്തനായി ബാബയുടെ ഉറച്ച ഭക്തനായി തീർന്നു. കുറച്ചു കാലത്തിനുള്ളിൽ അയാൾക്ക് ഒരു പുത്രൻ ജനിക്കുകയും അത്യധികം സന്തുഷ്ടനാവുകയും ചെയ്തു. പിന്നീട് 12 മക്കൾ ജനിച്ചതിൽ 4 പേർ ജീവിച്ചു എന്നറിയുന്നു. ബാബ ഒരിക്കൽ റാവു ബഹദൂർ അരിവിനായക് സത്യയോട് അയാളുടെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ വീണ്ടും വിവാഹിതനാവാനും അതിലൊരു മകനുണ്ടാവുമെന്നും പറഞ്ഞു. രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ആദ്യം 2 പെൺകുട്ടികളും പിന്നീട് ഒരു ആൺകുട്ടിയും ജനിച്ചു. ബാബയുടെ വാക്കുകൾ ഫലിച്ചു. ഇനി ദക്ഷിണയെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറഞ്ഞ അധ്യായം അവസാനിപ്പിക്കാം. ബാബ ദക്ഷിണ മേടിക്കുമായിരുന്നല്ലോ. 5 രൂപ തരൂ, 3 രൂപ തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ബാബ തന്നെ സമീപിച്ചവരോട് ദക്ഷിണ ചോദിച്ചു വാങ്ങിയിരുന്നത് പ്രശസ്തമാണ്. ചിലർ ചോദിച്ചേക്കാം, ബാബ ഫക്കീറും നിസ്സംഗനുമായിരിക്കെ എന്തിനു പണം ആവശ്യപ്പെടുന്നുവെന്ന്. ഈ പ്രശ്നം ഒന്നും വിശദമായി ചിന്തിക്കാം. വളരെ കാലത്തേക്ക് ബാബ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. കത്തിച്ച തീപ്പെട്ടിക്കുള്ളി സംഭരിച്ച് പോക്കറ്റിൽ നിറക്കലായിരുന്നു അന്നത്തെ പതിവ്. ഭക്തരോടും അല്ലാത്തവരോടും യാതൊന്നും ചോദിച്ചു വാങ്ങിയിരുന്നില്ല. ആരെങ്കിലും 1-2 പൈസ മുന്നിൽ വെച്ചാൽ അതുകൊണ്ട് എണ്ണയോ പുകയിലയോ വാങ്ങും, ബീഡിയോ ചില്ലിമോ വലിക്കാൻ. ബാബയ്ക്ക് പുകയില ഇഷ്ടമായിരുന്നു. യോഗിമാരെ വെറും കൈയോടെ കാണരുതെന്ന ഉദ്ദേശത്താൽ ചില ചെമ്പ് നാണയങ്ങൾ കാണിക്ക് വെക്കും. ബാബ അത് പോക്കറ്റിലിടും. 2 പൈസ നാണയമാണെങ്കിൽ ഉടൻ മടക്കി കൊടുക്കും. പിന്നീട് ബാബയുടെ പ്രശസ്തി വർദ്ധിച്ചതോടുകൂടി നാനാദിക്കിൽ നിന്ന് ആളുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ബാബ ദക്ഷിണ സ്വീകരിക്കുവാനും തുടങ്ങി. വേദങ്ങളിൽ പറയുന്നുണ്ട്, ദേവപൂജ പൂർത്തിയാവാൻ ഒരു സ്വർണ്ണ നാണയം കാണിക്കേണ്ടണമെന്ന്. ദേവപൂജയ്ക്ക് നാണയം വേണമെങ്കിൽ ഋഷിപൂജയ്ക്കും എന്തുകൊണ്ടായിക്കൂടാ? പിന്നെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിച്ചു, ആരും വെറും കൈയോടെ ദേവൻ, രാജാവ്, ഋഷി, ഗുരു എന്നിവരെ കാണരുതെന്ന്. എന്തെങ്കിലും നാണയമോ പണമോ കാണിക്ക വെക്കൽ പതിവായി. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു, ഭഗവാൻ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും അസുരന്മാരെയും ദ എന്ന ഏകാക്ഷരം ഉപദേശിച്ചു എന്ന്. അതായത് ദമം, അതായത് ആത്മനിയന്ത്രണം എന്നാണ് ദേവന്മാർ അതിന് മനസ്സിലാക്കിയത്. ദാനം എന്നതാണ് മനുഷ്യന്മാർ മനസ്സിലാക്കിയത്. ദയ എന്നാണ് അസുരന്മാർ മനസ്സിലാക്കിയത്. മനുഷ്യന് ദാനമാണ് അങ്ങനെ വിധിച്ചിട്ടുള്ളത്. തൈത്തേരി ഉപനിഷത്തിലും ദാനം ചെയ്യാനായി മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട്. ദാനത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തോടു കൂടിയോ അല്ലാതെയോ ദാനം ചെയ്യുക, മഹത്വത്തോടു കൂടി ദാനം ചെയ്യുക, അതായത് ധാരാളം ദാനം ചെയ്യുക, വിനയത്തോടു കൂടിയും കരുണയോടു കൂടിയും ദാനം ചെയ്യുക, ഭക്തന്മാരെ ദാനത്തെപ്പറ്റി മനസ്സിലാക്കിക്കാനും പണത്തോടുള്ള ആസക്തി ഉപേക്ഷിപ്പിക്കുവാനുമാണ് ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത്. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, വാങ്ങുന്നതിൻ്റെ 100 ഇരട്ടി അനുഭവം ബാബ ഭക്തന് കൊടുക്കുമെന്നതാണ്. പല കാര്യത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പ്രശസ്ത നടനായ ഗണപത് റാവു ബോഡാസ് പറയുകയാണ്, ബാബ കൂടെ ദക്ഷിണ ചോദിച്ച അയാളുടെ പണസഞ്ചി തന്നെ ബാബയുടെ മുന്നിൽ കൊട്ടേണ്ടി വന്നുവെന്ന്. അതിൻ്റെ ഫലമായി ബോഡാസ് പറയുകയാണ്, പിന്നീട് പണം താനെ വന്നുകൊണ്ടിരുന്നെങ്കിലും ഒരിക്കലും ക്ഷാമം നേരിട്ടില്ലെന്നും. ദക്ഷിണയ്ക്ക് മറ്റൊരു 2ാം സൂചനയും കൂടിയുണ്ട്. അതിൽ ബാബ പണം ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണങ്ങളായി ബാബ പ്രൊഫസർ ജി നാർക്കയോട് 15 രൂപ ദക്ഷിണ ചോദിച്ചു. അയാളുടെ കയ്യിൽ 1 പൈസ പോലും ഇല്ലെന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, നിന്റെ കയ്യിൽ പണമില്ലെന്ന് എനിക്കറിയാം, നീ യോഗവാസിഷ്ടം വായിക്കുന്നില്ലേ, അതിൽ നിന്ന് ദക്ഷിണ തന്നാൽ മതി. ഇതിൽ ദക്ഷിണ കൊണ്ട് ഉദ്ദേശിച്ചത് പുസ്തകത്തിൽ നിന്ന് തത്വം മനസ്സിലാക്കി ഹൃദയത്തിലുള്ള ബാബയോട് കൂട്ടിച്ചേർക്കാനാണ്. രണ്ടാമത്തെ സംഭവത്തിൽ ബാബ മിസസ് താർക്കഡിനോട് 6 രൂപ ദക്ഷിണ ചോദിച്ചു. അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിനാൽ അവർ വ്യസനിച്ചു. അവരുടെ ഭർത്താവ് അതിനർത്ഥം പറഞ്ഞു കൊടുത്തു, അത് കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളാണെന്ന് അവ ബാബയിൽ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. ബാബ അത് ശരിവെക്കുകയും ചെയ്തു.
ബാബ വലിയ തുക ദക്ഷിണയായി വാങ്ങിയിരുന്നെങ്കിലും അന്ന് തന്നെ അത് വിതരണം ചെയ്തു തീർക്കും. പിറ്റേന്ന് വീണ്ടും നിർധനനായ ഫക്കീർ തന്നെ. 10 കൊല്ലത്തോളം ആയിരക്കണക്കിൽ ദക്ഷിണ സ്വീകരിച്ച ബാബ മഹാസമാധിയായപ്പോൾ കുറച്ച് നാണയങ്ങൾ മാത്രമായിരുന്നു കൈവശമുണ്ടായിരുന്നത്. ബാബയുടെ ദക്ഷിണ വാങ്ങലിന്റെ ചുരുക്കത്തിലുള്ള ഉദ്ദേശം ഭക്തന്മാർക്ക് വിരക്തിയും പരിശുദ്ധിയും പഠിപ്പിക്കലായിരുന്നു. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ബാബയ്ക്ക് പുകയില ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഋഷിമാരൊക്കെ പുകവലിച്ചിരുന്നു, അവർ കള്ളു കുടിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നമുക്ക് സമൂഹത്തിന് അത് പാടില്ല എന്ന് ചിന്തിച്ചിരുന്നത് ചിലപ്പോൾ അവർ ചെയ്തെന്നിരിക്കാം. ചില്ലും വലിച്ചിരുന്നു ബാബ. അതെല്ലാം മറ്റുള്ളവരുടെ അസുഖങ്ങൾ മാറ്റാനുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് മോഞ്ചി പറയുന്നു, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി മാറും? പുകവലിക്കാരനായി മാറും, കള്ളുകൂടിയനായി മാറും, നിങ്ങൾക്ക് അസുഖം വരും. പക്ഷെ ബാബയ്ക്ക് ആ ഒരു സിദ്ധിയുണ്ട്, അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് കാരണം ഇവരെയൊന്നും നമുക്ക് ഫോളോ ചെയ്യാനൊക്കില്ല. അവർ ചെയ്ത പോലെ തന്നെ ചെയ്യാം എന്ന് ചിന്തിക്കരുത് എന്നുള്ളത്. ഇവരൊക്കെ അവധൂതന്മാരാണ്. അവധൂതന്മാരുടെ എൻറ്റയർലി ഡിഫറെൻറ്റ്, വേറൊരു രീതിയാണ്. പിന്നെ ദക്ഷിണയെ സംബന്ധിച്ച് BV ദേവ് ശ്രീ സായിലീല മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിലിങ്ങനെ പറയുന്നു, ബാബ എല്ലാവരോടും ദക്ഷിണ ആവശ്യപ്പെട്ടിരുന്നില്ല. ചോദിക്കാതെ ആരെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ വാങ്ങാൻ സമ്മതിക്കില്ല. ചില ഭക്തന്മാരോട് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ബാബ ചോദിച്ചാലേ കൊടുക്കൂ എന്ന് മനസ്സിൽ കരുതിയിരുന്നവരോട് ചോദിക്കുകയേ ചെയ്യില്ല. ബാബയുടെ ആഗ്രഹത്തിനെതിരായ ആരെങ്കിലും കൊടുത്താൽ അത് തൊടുക പോലും ചെയ്യില്ല. അത് മടക്കി എടുക്കാത്ത പക്ഷം എടുത്തുകൊണ്ടുപോകാൻ പറയും. ഭക്തന്മാരോട് ചെറുതും വലുതുമായ സംഖ്യകൾ അവരുടെ ഭക്തിക്കും ആഗ്രഹത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചോദിച്ചു വാങ്ങും. അങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും കൂടി ചോദിച്ചു വാങ്ങും. എല്ലാ ധനികന്മാരോടും വാങ്ങലില്ല, എല്ലാ ദരിദ്രരെയും ഒഴിവാക്കലുമില്ല. ദക്ഷിണ ചോദിച്ചു കൊടുക്കാത്തവരോട് ബാബ കോപിക്കുകയില്ല. ആരെങ്കിലും ഒരാൾ വശം ദക്ഷിണ കൊടുത്തയച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിപ്പിച്ച് വാങ്ങും. കൊടുത്ത ദക്ഷിണയിൽ നിന്ന് ഒരു ഭാഗം മടക്കി കൊടുത്ത് പൂജാമുറിയിൽ വെക്കാൻ പറയും. ഇത് ഭക്തന്മാർക്ക് വളരെ ക്ഷേമകരമായിരുന്നു. ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കൊടുത്താൽ കൂടുതലുള്ളത് മടക്കി കൊടുക്കും. ചിലപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ചോദിക്കും. പണമില്ലെങ്കിൽ ഇരുന്നോ കടം വാങ്ങിയോ കൊടുക്കാൻ പറയും. ചിലരോട് ഒരേ ദിവസം 3-4 പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു വാങ്ങും. ഇങ്ങനെ വാങ്ങിയ ദക്ഷിണയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം പുകയിലേക്കും ധുനിയിൽ കത്തിക്കാൻ വിറകിനും എടുത്ത് ബാക്കി മുഴുവൻ പലർക്കും അവസ്ഥാനുസരണം ദാനമായി വീതിച്ചു കൊടുക്കും. ശ്രുതിയിലുള്ള എല്ലാ സാമഗ്രികളിലും രാധാകൃഷ്ണമായയുടെ നിർദ്ദേശപ്രകാരം പല ഭക്തന്മാരും കൊണ്ടുവന്നതാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബാബ കോപിച്ച് ചീത്ത പറയുമായിരുന്നു. ബാബ നാനാ സാഹിബ് ചന്ദർക്കറോട് പറയുമായിരുന്നു, എൻ്റെ സ്വത്തുക്കൾ ഒരു കൗബീനവും ഒരു സാധാരണ തുണിക്കഷ്ണവും ഒരു കഫ്നിയും ഒരു തകരപാത്രവും മാത്രമായിരിക്കെ ജനങ്ങൾ വിലപിടിച്ച പ്രയോജനമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന്. പരമാർത്ഥ മാർഗത്തിന് തടസ്സമായി മനുഷ്യന് ലൈംഗിക കാര്യവും ധനവുമാണ് നിൽക്കുന്നത്. ബാബ അതിന് 2 സ്ഥാപനങ്ങളാണ് ഏർപ്പാട് ചെയ്തത്, ദക്ഷിണയും രാധാകൃഷ്ണമായിയും. അതായത് ആരെങ്കിലും വന്നാൽ ദക്ഷിണ വാങ്ങി സ്കൂളിലേക്ക്, അതായത് രാധാകൃഷ്ണമായിയുടെ വീട് പോകാൻ പറയും. ഈ 2 പരീക്ഷണങ്ങൾ വിജയപ്രദമായി നേരിട്ടാൽ അവർ ആധ്യാത്മികമായി ബാബയുടെ അനുഗ്രഹം കൊണ്ട് വളർന്നു വന്നുകൊണ്ടേയിരിക്കും. മിസ്റ്റർ ദേവ് ഗീതയിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും ഉദ്ധരിച്ച് പുണ്യസ്ഥലത്ത് പുണ്യാത്മാക്കൾക്ക് ദാനം ചെയ്താൽ ദാതാവിന് വലിയ തോതിൽ ക്ഷേമകരമാണെന്ന് കാണിക്കുന്നു. ശ്രുതിയിൽ കൂടുതലായ പുണ്യസ്ഥലം ഏത്? സായിബാബയിൽ വലിയ പുണ്യാത്മാവാരൻ? ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. ജയ് മോഹൻജി.